ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള സെറ്റ് ജൂലൈ 25 പരീക്ഷയിലെ യോഗ്യതയ്ക്കുള്ള നിബന്ധനകളെക്കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. യോഗ്യതയ്ക്കുള്ള നിബന്ധനകൾ എന്തെല്ലാമെന്ന് നോക്കാം. കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദത്തിൽ 50% കുറയാത്ത മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് കൂടാതെ ഏതെങ്കിലും വിഷയത്തിൽ ബിഎഡും ഉണ്ടെങ്കിൽ അവർ സെറ്റ് ജൂലൈ 2025 അപേക്ഷിക്കാൻ യോഗ്യരാണ്. അന്യ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ നിന്നും മേൽപ്പറഞ്ഞ യോഗ്യത നേടിയവർ പ്രസ്തുത യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇതിന്മേൽ വരുന്ന വ്യതിയാനങ്ങൾ താഴെ പറയുന്ന ഖണ്ഡികകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. NCERT അംഗീകരിച്ച റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിൽ 50% കുറയാത്ത മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് നേടി MSc എഡ് വിജയിച്ചവർക്കും അപേക്ഷിക്കാം. മേൽപ്പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ലൈഫ് സയൻസിൽ MSc എഡ് ബിരുദമുള്ളവർക്ക് 50% കുറയാത്ത മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് ബോട്ടണി അല്ലെങ്കിൽ സുവോളജി എന്നീ വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. ആന്ത്രോപോളജി, കോമേഴ്സ്, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർ സെറ്റ് പരീക്ഷ എഴുതുന്നതിന് ബിഎഡ് യോഗ്യത നിർബന്ധമില്ല. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ 50% മാർക്ക് തത്തുല്യ ഗ്രേഡിൽ കുറയാതെ നേടിയ ബിരുദാനന്തര ബിരുദവും ബിഎഡും ഉള്ളവർക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ സെറ്റ് പരീക്ഷ എഴുതാം. ഹിന്ദി, അറബി, ഉറുദു എന്നീ ഭാഷകളിൽ DLED, LTTC പരീക്ഷ പാസ്സായിട്ടുള്ളവർക്ക് ബിഎഡ് ബിരുദം ഇല്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായി സെറ്റ് ജൂലൈ 2025 അപേക്ഷിക്കാവുന്നതാണ്. ബയോടെക്നോളജി വിഷയത്തിൽ 50% മാർക്ക് തത്തുല്യ ഗ്രേഡിൽ കുറയാതെ ലഭിച്ച ബിരുദാനന്തര ബിരുദവും നാച്ചുറൽ സയൻസിൽ ബിഎഡും നേടിയവർക്ക് ബയോടെക്നോളജിയിൽ സെറ്റ് പരീക്ഷ എഴുതാം. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ബിഎഡ് ബിരുദം കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ളതിനാൽ ആ ബിരുദം നേടിയവരെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിക്കാത്ത കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ ഓപ്പൺ സർവകലാശാലകളിൽ നിന്നോ യോഗ്യത നേടിയവർ സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാൻ അർഹരല്ല. അംഗീകാരമുള്ള കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ ഓപ്പൺ സർവകലാശാല വഴിയോ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നോ യോഗ്യത നേടിയവർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നും ആ ബിരുദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പട്ടിക 1, പേജ് 1, ഖണ്ഡിക 2.2 പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം എടുത്തവർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നും തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇപ്പോൾ അവസാന വർഷ ബിഎഡ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിരുദാനന്തര ബിരുദമുള്ള നിശ്ചിത മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡോടുകൂടിയ വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര ബിരുദ കോഴ്സിൻ്റെ അവസാന വർഷ വിദ്യാർത്ഥികൾക്കും ബിഎഡ് പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്രകാരം സെറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള ഒരു സത്യവാങ്മൂലം നൽകേണ്ടതാണ്. അത് അവർ PG, BEd പഠിച്ചിരുന്ന സ്ഥാപനത്തിലെ മേലധികാരി സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം. കൂടാതെ ഇപ്രകാരം സെറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിരുദാനന്തര ബിരുദം BEd പരീക്ഷ നിശ്ചിത മാർക്ക് ഗ്രേഡോടുകൂടി സെറ്റ് പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് 1 വർഷത്തിനുള്ളിൽ പാസ്സായിരിക്കണം. ഇപ്രകാരം ചെയ്യാത്തവരെ അവർ എഴുതിയ സെറ്റ് പരീക്ഷയിൽ അയോഗ്യരായി കണക്കാക്കുന്നതാണ്. SC, ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് മാർക്കിൽ ഇളവ് SC, ST ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന പരീക്ഷാർത്ഥികൾക്ക് സെറ്റ് എഴുതുവാൻ വേണ്ട കുറഞ്ഞ മാർക്ക് 5% മാർക്കിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് ബിരുദാനന്തര ബിരുദത്തിൽ 2ാം ക്ലാസ് എന്ന നിബന്ധനയും ബാധകമല്ല. പ്രായപരിധി. സെറ്റ് പരീക്ഷയ്ക്ക് പ്രായപരിധിയില്ല. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്
പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.